അവനാഴിയിലുള്ള എല്ലാ അസ്ത്രവും കഴിഞ്ഞോ? ഇല്ല സഖാവേ, ഈപ്പിടെ കയ്യിലേ ചെറിയൊരു സാധനം ഉണ്ട് ഇത്ര. ഇദ്ദേഹം സുപ്രസിദ്ധ നോവലിസ്റ്റ് സാഗർ കോട്ട. ഞാൻ എഴുതുന്ന നോവലുകൾ വായിച്ചു കാണും, അത് മുഴുവൻ സത്യമാണെന്നാണ് വിചാരം. അല്ലേ? അല്ല. പരിപ്പൂടൻ ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം. തനിക്ക് അറിഞ്ഞൂടെ? മാഷെ, ഒരു കട്ടൻ ചായയും ചൂടോടുക്കണ ഒരു പരിപ്പടി എടുക്കട്ടെ. കട്ടൻ ചായയും പരിപ്പടിന്ന് കേട്ടാല് സഖാക്കളൊക്കെ പതാ ചൂടാവണം. പണ്ടൊക്കെ ഈ കട്ടൻ ചായയും പരിപ്പടിന്ന് കേട്ടാല് എല്ലാ വിഷമങ്ങളും മാറി ഓരോ മുഖത്ത് ഒരു പ്രകാശം ഇങ്ങോട്ട് പരക്കുമായിരുന്നു. ഇന്ന് രാവിലെ തൊട്ടിട്ട് കട്ടൻ ചായയും വേണ്ട, പരിപ്പടിയും വേണ്ട. ഓരോന്ന് വരുമ്പോഴും പാർട്ടി പ്രതിസന്ധിയിലാണ് പ്രതിസന്ധി. അങ്ങനെയാണെങ്കിൽ എത്ര കൊല്ലം മുമ്പേ പാർട്ടി ഇല്ലാണ്ടാവണം. നിങ്ങൾ പറഞ്ഞ ഭാഷ അനുസരിച്ച് പ്രതിസന്ധി ആണെങ്കിൽ ചേലക്കരയും വയനാടും ഒക്കെ സഖാക്കള് വോട്ടർമാരെ വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ വോട്ടർ ലിസ്റ്റൊക്കെ തയ്യാറാക്കി ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. അപ്പൊ അതാ കിടക്കണു ഒരു കട്ടൻ ചായയും ഒരു പരിപ്പടി, നമ്മുടെ EP സഖാവിന്റെ വക. കുടുംബത്തിന് ശക്തിക്ഷയം ഉണ്ടായിട്ടുണ്ടാവാം. വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലടാ. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? അതിൻ്റെ പുറം കവറ് ഞാൻ ഇന്ന് ഇപ്പം കാണുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത്? കട്ടൻ ചായയും പരിപ്പടി ഇങ്ങനെ നാട്ടുകാരെല്ലാവരും ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുമായിരുന്നു. അപ്പണ്ട് ഓടി വന്നിട്ട് EP പറയണു, എൻ്റെ കട്ടൻ ചായയും പരിപ്പടിയും ഇങ്ങനെയല്ല, അത് ഇന്ന് വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലാന്ന്. ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയായില്ല. അത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. സംഗതി മൂപ്പർ എഴുതിയ കാര്യങ്ങൾ എങ്ങനെയോ ലീക്കായി എന്നാണ് പറയണേ. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുത്തിട്ട് നേടുന്ന കുറച്ച് പേജ് വാങ്ങി എന്തോ മാനിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ള അത് ഞാൻ ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുത്തിട്ട് നേടുന്ന കുറച്ച് പേജ് വാങ്ങി എന്തോ മാനിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ലീക്കായി എന്നേ പറയണുള്ളൂ. അപ്പൊ ആ വരികളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും മനസ്സിലാക്കട്ടെ എന്താ പുസ്തകത്തിലുള്ളതെന്ന്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാനുള്ള നടപടി സ്വീകരിക്കാം. അയാൾ കഥ എഴുതുകയാണ്, കഥ എഴുതി തീർന്നിട്ടില്ല. അപ്പൊ പുറത്ത് വന്ന പേജില് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഇനി വരാത്ത പേജിൽ എന്തൊക്കെ ഉണ്ടാവും? ഇപ്പോൾ ഈ പുസ്തകത്തിൽ വന്നു എന്ന് പറയുന്ന ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള എഴുത്തിലും വന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നു. അത് വന്നിട്ടില്ലാന്നും എഴുതിയിട്ടില്ലാന്നും അത് പിന്നെ അങ്ങനെയാണല്ലോ. കണ്ണുകൊണ്ട് എഴുതിയതും അത് വായിക്കണതും കണ്ടാലും മൂപ്പര് പറഞ്ഞാലും പിന്നെ ഈ പേപ്പറും കഷ്ണങ്ങൾക്കൊന്നും ഒരു വിലയില്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരവാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിന്റെ ഭാഗമായിട്ട് അല്ല. ആനയുടെ വലുപ്പം അങ്ങനെയൊക്കെ അറിയില്ല. ഞാൻ സാറിന്റെ ഒരു ആരാധകരാന്നറിയാലോ. EP പറയണത് കേട്ടാലേ മൂപ്പര് ഇത് എഴുതാൻ വേണ്ടി പേനയും കൂടെ എടുത്തിട്ടില്ല എന്ന് തോന്നും. പക്ഷെ ഈ അടുത്തായിട്ടേ ഓരോ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരുമ്പോഴും EP പറ്റി ഓരോന്നിങ്ങനെ പുറത്ത് വരുന്നത് എന്താണെന്നാണ് മനസ്സിലാവാത്തത്. മാവുള്ള മാവിലേക്കല്ലേ എറിയൂ? അതിൽ സംശയമൊന്നുമില്ല. കായ്ക്കണ മാവിന് തന്നെയാണ് എറിയുക. ഇതിപ്പോ എറിയണത് ആരാന്ന് മനസ്സിലായി. ഏതൊക്കെ മാവിനാന്ന് ബാക്കി പേജുകളും കൂടെ പുറത്ത് വന്നിട്ട് പറയാം.